നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അത് കലിമയുടെ പുറന്തൊലി മാത്രമേ ഉള്ളൂ എന്നാ അവർ പറയണത്. നിങ്ങൾ തരീഖത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ദർജ കുറച്ച് പൊന്തി, അപ്പൊ പിന്നെ നിങ്ങൾ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറിയിട്ട് അതിന്റെ അർത്ഥം ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നുള്ള അർത്ഥം മാറി. പിന്നെന്താ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്? അല്ലാഹു അല്ലാതെ ലക്ഷ്യമാക്കപ്പെടുന്നവനില്ല, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അങ്ങനെയെങ്കിലും ചൊല്ലല്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി എത്തിയാൽ, നല്ല ദർജയിലെത്തിയാൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ ഈ കാണുന്നതൊക്കെ, ഈ മരം, ഈ ബിൽഡിങ്, ഈ മൈക്ക, ഈ ലൈറ്റ്, അതെല്ലാം നിത്യയാണ്. ഉള്ളത് അല്ലാഹു മാത്രം. അതാണ് വഹദത്തുൽ വുജൂദ്. നിങ്ങൾ ആസ്തിക്യ ലോകത്ത് ഒന്നേയുള്ളൂ, അത് അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവിന്റെ അംശങ്ങളാണ്. അതാണല്ലോ കല്ലിലും കരടിലും പൂവിലും പൊരുളിലും ദൈവമിരിക്കുന്നു അല്ലേ? അതാ അദ്വൈതവാദം, അതാ ശങ്കരാചാര്യരുടെ അദ്വൈതം. ആ അദ്വൈതത്തിന് ഇസ്ലാമിന്റെ കുപ്പായമിട്ടതാണ് സൂഫിസം. തനിച്ച കുഫറിൽ ഏറ്റവും വലിയ കുഫറാണ് വഹദത്തുൽ വുജൂദ്. എല്ലാ തരീഖത്തും ചെന്നിട്ട് വഹദത്തുൽ വുജൂദിലാണ്. പോയി കാഫറാകാൻ നിൽക്കണ്ട, ഖാജാ നഗർ പോയിട്ട് കാഫറാകാൻ നിൽക്കണ്ട. ഓർമ്മിപ്പിക്കോളി, അള്ളാന്റെ ദീനാണിത്. എത്ര ജനങ്ങളെയാണ് ഇവർ ഈ കുഫറിൽ കൊണ്ടുപോകുന്നത്? ആർക്കെങ്കിലും അറിയോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. തുടക്കത്തിൽ അങ്ങനെയാണ്, എനിക്ക് ജല്ല ജലാലായ അല്ലാഹു മതി, എന്റെ കൽബിൽ അല്ലാഹ് 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 എന്നല്ലാതെ മറ്റൊന്നുമില്ല. ചോറ്, ചാറ്, ഭാര്യ, കുട്ടി ഒന്നുമില്ല, അല്ലാഹ് 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 അല്ലാഹ്. കുറെ കഴിഞ്ഞ ആ അല്ലാഹ് ഞാൻ തന്നെയല്ലേ എന്ന് തോന്നും. അതാണ് അനല്ലാഹ്. കണ്ടോ? ലക്ഷദ്വീപിലുള്ള ഒരു തങ്ങള് ജദബിന്റെ ഹാലിച്ചല്ലേ റാത്തീബുണ്ട്. എന്താ റാത്തീബ്? നിങ്ങള് അനല്ലാഹ് ലാ യഅ്തരീനി ഫനാഉ, ഞാൻ തന്നെയാകുന്നു അല്ലാഹ്, എനിക്ക് നാശമില്ല. ഇതിനൊക്കെ ഒരു പറയൽ എന്താ അറിയോ? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എടോ, മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്തൊരു ദീൻ അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് പറയാ മെഴുകിന്റെ പല്ല് കൊണ്ട് ഇരുമ്പ് കടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ? ആ ജാതി വാർത്താന ബടായി നിങ്ങൾ ആളുകളോട് പറയണ്ട. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതിന് എല്ലാവർക്കും മനസ്സിലാകുന്നതാ. ബിലാലിനും മനസ്സിലാകും, അബൂബക്കർ സിദ്ദീഖിനും മനസ്സിലാവും, ഉമർ ഫാറൂഖിനും മനസ്സിലാവും. എന്നിട്ട് പറയാ സമസ്തക്കാരെ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഈ തരീഖത്തിനെ മുഴുവൻ സപ്പോർട്ട് ചെയ്തിട്ട് ആളുകളെ കൊണ്ടുപോകുന്നത് തനിച്ച കുഫറിലേക്കാണ്. മനുഷ്യൻ അള്ളാഹുവിൽ ഫനാ പ്രാപിക്കുക, അള്ളാഹു അവനിൽ ഇറങ്ങുക, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിൽ പോയി ലയിക്കുക, എന്നിട്ട് സ്വയം ദൈവമായി മാറുക. ഇങ്ങനെ സ്വയം ദൈവമായി ചമയാനുള്ള ആഗ്രഹമാണ് ആളുകളെ തരീഖത്തിലെത്താൻ പിശാച് ഉപയോഗപ്പെടുത്തുന്നത്. നാസൂത്ത് ലാഹൂത്തിൽ ലയിച്ചു എന്നാ പറയണത്. മനസ്സിലായില്ലേ? എന്താ നാസൂത്ത് പറഞ്ഞാൽ മനുഷ്യപ്രകൃതി, അത് ലാഹൂത്ത് ദൈവപ്രകൃതി കലർന്നിട്ട് ഒന്നാകും. അള്ളി മനുഷ്യന് ഒന്നാകുക. ഇപ്പൊ ഇവിടുത്തെ തരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണ് നമ്മളെ മരിച്ചുപോയ പന്താവൂർ സ്വാമി കെ.വി. മുഹമ്മദ് മുസ്ലിയാർ പന്തർ. സ്വാമിനാണ് ഞാൻ പറയല്, കാരണം അയാൾ മുഴുവൻ ആ ജാതി വർത്താനങ്ങളെ എഴുതി വെച്ചിട്ടുള്ളത്. തനിച്ച സ്വാമി തന്നെ. അയാള് പറയുന്നത്, അയാൾ അക്ബരിയ തരീഖത്തിൽ ആദ്യം മെമ്പർഷിപ്പ് എടുത്തു. അപ്പൊ പറഞ്ഞത്തരേ നിനക്ക് യോജിച്ചത് അക്ബരി തന്നെയാണ്. കാരണം എന്താ? അത് വഹദത്തുൽ വുജൂദിൻ്റെതല്ലേ. ഈ ബുക്കിൽ എഴുതിച്ചിരിക്കും, ഇവിടെ ഇറക്കിയ ബുക്കിലുള്ളതാ അയാൾ എഴുതിയത്. ചിസ്തിയ തരീഖത്തെ കുറിച്ച് അയാൾ എഴുതിയത്. എന്താ അക്ബരിയ തരീഖത്ത്? അക്ബരിയ തരീഖത്തിന്റെ ഖലീഫയായിരുന്ന ഫരീദ് ബാവ ഈരാറ്റുപേട്ടന്റെ അടുത്ത് പോയിട്ട് അയാള് എഴുതിയിട്ടുള്ള വഹദത്ത് മാലക്ക് വ്യാഖ്യാനം എഴുതി കെ.വി.എം. പന്താവൂര്. വഹദത്ത് എന്ന ഒന്നാകൽ എന്താ? അള്ളീം മുരീദ് ഒന്നാകുക. ആദി ഒളീവായി, അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്ന് ളുഹൂറായി. അതാണ് വഹദത്ത് മാല. ആദി എന്ന് പറഞ്ഞാൽ അള്ളാഹു, അത് ഒളിവായി, ഒരു വെളിച്ചായിരുന്നു, പിന്നെ അത് വെളിവായി പുറത്തു വന്നു, അത് ആദമായി വന്നു. അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന്. കണ്ടോ? അമ്പിയായിട്ടും ഔലിയായിട്ടും ഒക്കെ വന്ന് അവസാനം മക്കത്ത് വന്ന മുഹമ്മദ് നബിയും അത് തന്നെയായിരുന്നു. എങ്ങനെയുണ്ട്? എടോ, ഇതല്ലേ അവതാരവാദം അല്ലേ? ധർമ്മം തകരുകയും അധർമ്മം വളരുകയും ചെയ്യുമ്പോൾ സംഭവാമി യുഗേ യുഗേ, യുഗങ്ങൾ തോറും ഞാൻ സംഭവിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ അവതാരവാദത്തിന്റെ മറ്റൊരു വാക്കാണത്. ഹല്ലാജിനെ എന്തിനാ കൊന്നത്? ഹല്ലാജ് ഹുലൂൽവാദക്കാരനായിരുന്നു, അവതാരവാദക്കാരനായിരുന്നു. ഹുലൂൽവാദത്തിലൂടെ എത്തിയത് വഹദത്തുൽ വുജൂദിലാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലല്ലാതെ മറ്റൊന്നുമില്ല, മറ്റെല്ലാം അള്ളാഹുവിന്റെ പ്രകടന സ്ഥാനങ്ങൾ മാത്രമാകുന്നു. ഇത് ഹല്ലാജ് മാത്രല്ല, ഇബ്നു അറബി, ഈ മൻസൂറുൽ ഹല്ലാജ്, ഇബ്നുൽ ഫാരിൽ, ഇബ്നു സബഈൻ, അതുപോലെ തന്നെ അബ്ദുൽ കരീമുൽ ജിയാലി, ഇങ്ങനെ വഹദത്തുൽ വുജൂദിന്റെ എത്ര ശൈഖന്മാരാ. ഇവരെയൊക്കെ പുകഴ്ത്തങ്ങളെ ഫത്വൽ മുഈൻ മുതൽക്ക് ഇബ്നു അറബിയെ പുകഴ്ത്തുന്നു. ഹൈത്തമിയാണ് ഈ സൂഫിസം
കേരളത്തിൽ അരക്കിട്ടുറപ്പിക്കുന്നതിന് കാരണമായത് അയാളുടെ തനിനിറം വലിച്ചു കയറേണ്ടതുണ്ട്. ഫതുൽ മൊയ്നിന്റെ കർത്താവായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ഹൈത്തമി ഇബ്നു അറബി പച്ച കാഫറാണ്. അയാൾ കാഫറാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഉലമാക്കള്. ഷാഫിഈ പണ്ഡിതനായ ബുർഹാനുദ്ദീൻ അൽ ബിഖാഇ അന്നത്തെ 40 പണ്ഡിതന്മാരുടെ സർട്ടിഫിക്കറ്റ് സഹിതം, വെറുതെ പറഞ്ഞതല്ല. അയാളുടെ പുസ്തകങ്ങൾ വ്യക്തമായി പരിശോധിച്ചിട്ട് ഇത് തനിച്ച കുഫറാണെന്ന് പറഞ്ഞിട്ട് അയാൾ കാഫറാണെന്ന് ഫത്വ ഇറക്കി. എന്നിട്ടും സമസ്ത ഇന്ന് വരെ അക്ബരിയ തരീഖത്തിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ബുർഹാനുദ്ദീൻ അൽ ബിഖാഇയുടെ 40 ഉലമാക്കളുടെ സർട്ടിഫിക്കറ്റ് സഹിതമുള്ള പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? തംബീഹുൽ ഗബി ഇലാ തക്ഫീർ ഇബ്നു അറബി, ഇബ്നു അറബി കാഫിറാണെന്ന് പറയും വിവരമില്ലാത്തവരെ ഉണർത്തുന്ന പുസ്തകം. സൗദി അറേബ്യ അവരെ ദാറുൽ ഇഫ്ത അത് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. മസ്റഉ തസവ്വുഫ്, തസവ്വുഫിന്റെ പതനം എന്ന പേരിൽ. എന്താ വഹദത്തുൽ വജൂദ് നിങ്ങള്? റിഫായി റാത്തീബിലുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പോ വാടാനപ്പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ അടുത്ത് റിഫായി റാത്തീബ് വാർഷികം. എന്തായാലും ഒക്കെ ഉള്ള റിഫായി റാത്തീബിൽ ഒരു ദിക്ർ എന്താ നിങ്ങള് 303 വട്ടം ചെല്ലേണ്ട ഒരു ദിക്ർ, ലാ അന ഇല്ല അന്ത, ലാ അന ഇല്ല അന്ത, ലാ അന ഞാനല്ല, ഇല്ല അന്ത അല്ലാഹുവേ നീ അല്ലാതെ അല്ല, നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ, ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ. കിർക്ക് എന്നുള്ളത് എന്തതിന് പറയാ? ഇതൊക്കെ കുഫർ അല്ലെങ്കിൽ വേറെ കുഫർ? ഇവനൊന്നും കാഫർ അല്ലെങ്കിൽ വേറെ ആരാ കാഫർ? നിങ്ങൾ കേട്ടോ, ഇബ്നു അറബി പറയാണ് ഫമാഫിൽ വുജൂദ് ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആസ്തിക ലോകത്തൊന്നുമില്ല. വലാ യഅരിഫുല്ലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ മനസ്സിലാക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. വമിൻ ഹാദിഹിൽ ഹഖീഖത്തി, ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് കാലമൻ കാൽ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞത്, അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, വസുബ്ഹാനി, സുബ്ഹാനല്ലാഹ് എന്നല്ല, ഞാൻ എത്ര പരിശുദ്ധൻ. അബി യസീദ് അൽ ബിസ്താമി, അബു യസീദ് അൽ ബിസ്താമി എന്ന കിർക്കൻ പറഞ്ഞത് അതാണ്. ഇത് കിർക്കല്ലാതെ വേറെന്താ? ഞാൻ അള്ളയാണ്. അള്ളാന്റെ ക്ഷമയാലോചിച്ചൊക്കെ നിങ്ങള്. ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ചെറിയ ഭാഗം, അവിടുത്തെ ചെറിയ പുഴുവാണ് ഈ മനുഷ്യൻ. അവൻ പറയും ഞാൻ അള്ളയാണ്. അള്ളാന്റെ ക്ഷമ ഓനൊക്കെ ബാക്കിയാക്കുണ്ടല്ലോ. അള്ളാഹു എത്ര വിശാലതയുള്ളവനാണ്, എത്ര കാരുണ്യവാനാണ് ആലോചിച്ചോക്കള്. സൃഷ്ടാവും സൃഷ്ടിയും രണ്ടല്ല എന്ന അദ്വൈതമാണ് എല്ലാ തരീഖത്തുകളുടെ അടിസ്ഥാനം. അല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അദ്വൈതവാദം കുഫർ അല്ലെങ്കിൽ വേറെ ഏതാ കുഫർ? കേട്ടോളിയും. ഫമൻ ഖാല ബിൽ ഇശ്ഫാഇ കാനാ മുശർരികാ വമൻ ഖാല ബിൽ ഇഫ്റാദി കാനാ മുവഹിദാ. ഫുസൂസുൽ ഹികം എന്ന് പറയുന്ന ഇബ്നു അറബി, ഇതൊക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ, വെറുതെ പറയാതിരിക്കേണ്ടതല്ല. എല്ലാ ചവറ് കിതാബുകളും നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ തനി നിങ്ങൾ നിഷേധിക്കുന്നതൊക്കെ നിങ്ങൾ സാധാരണക്കാരൻ നിഷേധിക്കുന്നുണ്ട്. അസ്ലി കിതാബ് കയ്യിൽ വെച്ചിട്ട് അതൊക്കെ സംസാരിക്കണത്. ഫുതുഹാത്തുൽ മക്കിയയും ഫുസൂസുൽ ഹികമും എല്ലാം ഞങ്ങൾ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ പറഞ്ഞിട്ട് ഞങ്ങള് ഓർമ്മണ്ടോ? ഇല്ലെങ്കിൽ നീ കേട്ടോ, ആരെങ്കിലും സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണെന്ന് പറഞ്ഞാൽ അവനാണ് മുശ്രിക്ക്. സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണെന്ന് പറഞ്ഞാൽ അവനാണ് മുവഹിദ്. ചിലപ്പോൾ അടിമ സംശയം വേണ്ട റബ്ബായി മാറും. ചിലപ്പോ റബ്ബ് അബ്ദായി മാറും. എങ്ങനെയുണ്ട്? അതാണ് സൂഫിസം എന്ന് പറയുന്നത്. അള്ളാഹു ആയി മാറുക. ഈ അക്ബരിയ തരീഖത്ത് ഖാദിരിയ തരീഖത്തിന്റെ ഭാഗം തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഖാദിരിയെ തള്ളിപ്പറയാത്ത അക്ബരിയും തള്ളിപ്പറഞ്ഞില്ല. ഇനി ആരാണ് വലിയ? ഇന്നൽ ആരിഫ, സൂഫി വലി എന്ന് പറഞ്ഞാൽ മൻ യറൽ ഹഖ അല്ലാഹ് ഫീ കുല്ലി ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിനെ കാണാൻ സാധിക്കണം. ബൽ യറാഹു ഐന കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും സത്ത അള്ളാഹുവായി കാണണം. അപ്പൊ കല്ലിലൂടെയും ഏതിലൂടെയും നിങ്ങൾക്ക് അള്ളാഹിനെ സമീപിക്കാം. കാരണം എല്ലാം അള്ളാഹുവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വഹദത്തുൽ വുജൂദ് എവിടുന്ന് വന്നതാ? ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വന്നതാണ്. ഹൈന്ദവർ അദ്വൈതവാദത്തിൽ കടന്നുകൂടിയതാണ്. മഅ്മൂനിന്റെ കാലത്ത് കുറെ ഗ്രീക്ക് ഫിലോസഫി ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടു. അത് ആളുകൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നശിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ നാശം അവിടുന്ന് തുടങ്ങിയതാണ്. അല്ലേ? വ്യക്തമായിട്ട് ഇവർ എഴുതിയിട്ടുണ്ട്.